മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ നിന്നും ഒരു സീരീസ് ഇന്ന് റിലീസ് ചെയ്തിരിക്കുകയാണ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി. എക്കോ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഈ ഒരു സീരീസിൻ്റെ വിശേഷങ്ങളുമാണ് ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പം എക്കോ എന്ന് പറഞ്ഞ സീരീസ് പറയുന്നത് പിന്നെ ഹോക്കെ എന്ന് പറഞ്ഞ ഒരു സീരീസിലെ മായ ലോപ്പസ് എന്ന കഥാപാത്രത്തിൻ്റെ സ്പിൻ ഓഫ് ആണ് ഈ ഒരു സീരീസ് ഉള്ളത്. ഒരു കിഡിലൻ ആക്ഷൻ സീരീസാണ്. 5 എപ്പിസോഡുകൾ അടങ്ങുന്ന ഒരു കിഡിലൻ ആക്ഷൻ സീരീസാണ് എക്കോ എന്ന് പറഞ്ഞ ഈ ഒരു സീരീസ്. പിന്നെ എക്കോ പിന്നെ എന്താ പറയുക 5 എപ്പിസോഡുകളാണ്. 5 എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം 30-40 മിനിറ്റ് ദൈർഘ്യം വരുന്ന 5 എപ്പിസോഡുകളാണ്. ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 3 മണിക്കൂർ 3.25 മണിക്കൂറിന് ഇടയിലായിട്ട് വരും ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നത്. അപ്പോൾ ഒരു 5 എപ്പിസോഡുകൾ എങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് എപ്പിസോഡ് തന്നെ നമ്മൾ ഞെട്ടിക്കുന്ന എപ്പിസോഡായിരുന്നു. കിഡിലൻ പിന്നെ എപ്പിസോഡ് ഫസ്റ്റ് എപ്പിസോഡ് കിഡിലൻ ആക്ഷൻ രംഗങ്ങളും കാര്യങ്ങളൊക്കെ ഈ മായ ലോപ്പസ് എന്ന കഥാപാത്രത്തിലൂടെയാണ് ആ കഥാപാത്രത്തിനാണ് ഈ ഒരു സീരീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ സീരീസിലൂടെയാണ് ഈ ഒരു കഥയിലൂടെയാണ് സീരീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മായ ലോപ്പസിന് ഒരു പ്രത്യേകത ഉണ്ട്. ചെവി കേൾക്കില്ല, സംസാരിക്കാൻ കഴിയില്ല, ഒരു കാലുമില്ല. അങ്ങനത്തെ ഒരാളാണ് നമ്മുടെ നായിക, മായ ലോപ്പസ് എന്ന ഈ ഒരു നായിക. വേറെ കുറേ കഴിവുകളുണ്ടാവും. അത് നിങ്ങൾ ഈ ഒരു സീരീസ് കണ്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കുക. കിഡിലൻ ആക്ഷൻ രംഗങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു സീരീസിലെ പ്രത്യേകത എന്ന് പറയുന്നത്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ നിന്നും ഒന്ന് വേറിട്ട് നിൽക്കുന്ന രീതിയിലുള്ള അവതരണവും കാര്യങ്ങളൊക്കെയാണ്. ഡെയർ ഡെവിൾസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ ആ ഒരു യൂണിവേഴ്സിൽ വരുന്നൊരു സംഭവമാണ് പിന്നെ ഈ ഒരു സീരീസ് എന്നുള്ളത്. എക്കോ എന്ന് പറഞ്ഞ ഈ ഒരു സീരീസ് മാർവൽ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴിയാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. ഹുലു OTT പ്ലാറ്റ്ഫോമിൽ ഈ ഒരു സീരീസ് അവൈലബിൾ ആണ്. തമിഴ്, തെലുങ്ക്, കന്നഡ തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിലാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ തമിഴാണ് കണ്ടത്. നല്ല ഡബ്ബിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ തമിഴ് ഡബ്ബിങ്ങും കാര്യങ്ങളൊക്കെ 5 എപ്പിസോഡ് ഞാൻ പറഞ്ഞില്ല, 5 എപ്പിസോഡ് നമ്മളെ പിടിച്ചെടുത്തുന്നുണ്ട്. ആദ്യത്തെ എപ്പിസോഡ് ഫസ്റ്റ് എപ്പിസോഡും സെക്കൻഡ് എപ്പിസോഡും നല്ല കിടിലായിട്ട് മുന്നോട്ട് കൊണ്ടുപോയെങ്കിലും 3-4 എപ്പിസോഡ് 3ാമത്തെ 4ാമത്തെ എപ്പിസോഡ് ലേശം ചെറിയ രീതിയിൽ ലാഗ് അടുപ്പിക്കുന്ന രീതിയിൽ എനിക്ക് തോന്നി. 5ാമത്തെ എപ്പിസോഡ് കിടിലായിരുന്നു. കിടിലൻ എൻഡിങ്ങുമാണ്. ഒരു മിനി സീരീസാണ്. എന്തായാലും കണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കുക. കിൻപിൻ്റെ ആ ഒരു കഥാപാത്ര കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു പിന്നെ ആ ഒരു ക്യാരക്ടറൈസേഷനൊക്കെ കിടിലായിരുന്നു. പിന്നെ ടോട്ടൽ നോക്കുകയാണെങ്കിൽ നല്ല എൻഗേജിങ് ആയിട്ട് കണ്ടിരിക്കാനായിട്ടൊരു കിടിലൻ ഒരു മാർവലിൻ്റെ ഒരു സീരീസാണ്. ഒരു മാർവലിൻ്റെ ഞാൻ പറഞ്ഞില്ല ഒരു മാർവൽ സീരീസാണ് നമുക്ക് തോന്നില്ല. ആ രീതിയിലാണ് അവർ മേക്ക് ചെയ്തിരിക്കുന്നത്. മേക്കിംഗ് ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം പെർഫോമൻസ് കാര്യങ്ങളൊക്കെ കിടിലായിരുന്നു. എന്തായാലും കണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കുക. മസ്റ്റ് വാച്ച് സീരീസിൽ പെടുത്താവുന്ന ഒരു സീരീസാണ് എക്കോ എന്ന് പറഞ്ഞ ഈ ഒരു സീരീസ്. എന്തായാലും മാർവലിൻ്റെ ഇനിയുള്ള അടുത്തടുത്ത സീരീസുകളും സിനിമകളൊക്കെ കിടിലനാവട്ടെ എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു സീരീസ് നല്ല രീതി തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ബാക്കിയുള്ള സെക്കൻഡ് സീസണും കാര്യങ്ങളും ഈ ഫസ്റ്റ് സീസണാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സെക്കൻഡ് സീസണും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് കിടിലനാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കിടിലാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും കിടിലൻ ഒരു സീരീസ് തന്നെയാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഒരു മസ്റ്റ് വാച്ച് എന്ന് ഞാൻ പറയുമെങ്കിലും എൻ്റെ ഒരു ഒപ്പീനിയനാണ് കേട്ടോ. ഒരു മസ്റ്റ് വാച്ചിൻ്റെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കിടിലൻ ആക്ഷനുകളാണ്. എനിക്ക് ആക്ഷനുകൾ നല്ല ഇഷ്ടപ്പെട്ടു ഈ ഒരു സീരീസിലെ. മായ ലോപ്പസ് എന്ന ആ കഥാപാത്രം അവതരിപ്പിച്ച നായികർക്ക് കിട്ടിലായിരുന്നു. ഹോക്കെ എന്ന് പറഞ്ഞ ആ ഒരു സീരീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഒരു സീരീസിലെ മായ ലോപ്പസ് എന്ന ഒരു കഥാപാത്രത്തിൻ്റെ സ്പിൻ ഓഫ് ആണ് ഈ ഒരു സീരീസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സീരീസ് ഇതിനു മുമ്പേ തന്നെ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ 10ാമത്തെ സീരീസാണ് ഈ ഒരു എക്കോ എന്ന് പറഞ്ഞ ഈ ഒരു സീരീസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.